ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. 3 മലയാളം സിനിമകളുടെയും 3 തമിഴ് സിനിമകളുടെയും കളക്ഷൻ ഉൾപ്പെടെ 7 സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. ആദ്യത്തേത് ആമിർ ഖാൻ, ജെനിലിയ ഡിസൂസ തുടങ്ങിയവർ അഭിനയിച്ച സിത്താരെ സമീൻ പർ കളക്ഷനാണ്. സിനിമ ഇന്നലെ വരെ 233 കോടി വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ഇനി 250 കോടിയിലേക്ക് സിനിമ എത്തപ്പെടുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. തിയേറ്ററുകളിലെ വിജയിച്ച സിനിമയുടെ ഫൈനൽ വരെയുള്ള കളക്ഷൻ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. അടുത്തത് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുടെ കളക്ഷനാണ്. തിയേറ്ററുകളിലെ 25 ദിവസങ്ങൾ പിന്നിട്ട സിനിമയുടെ 25 ദിവസത്തെ കേരള കളക്ഷൻ മാത്രം പുറത്തു വരുമ്പോൾ 5,96,00,000 സിനിമ എത്തപ്പെട്ടിരിക്കുന്നു. വേൾഡ് വൈഡ് കളക്ഷൻ ഇനിയും പുറത്തു വന്നിട്ടില്ല. 6 കോടി ലക്ഷ്യമിട്ട് സിനിമ കേരളത്തിൽ മുന്നേറുന്നു. റോന്ത് എന്ന സിനിമ 25 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ 6,11,00,000 എന്ന കേരള ഗ്രോസ് കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. അഭിനേതാക്കൾ സിനിമയുടെ വലിപ്പമെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ മികച്ചൊരു കളക്ഷനാണ് കേരളത്തിൽ സിനിമ നേടിയെടുത്തതെങ്കിലും സിനിമയുടെ വെർഡിറ്റി ഇനിയും കൃത്യമായിട്ട് പുറത്തു വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ വേൾഡ് വൈഡ് കളക്ഷനും ലഭ്യമല്ല എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. 3 തമിഴ് സിനിമകളുടെ കളക്ഷൻ വന്നിരിക്കുന്നു. അതിലൊന്ന് 3 BHK എന്ന സിനിമയാണ്. സിനിമയുടെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ കേരളത്തിൽ 4 ദിവസങ്ങൾ കൊണ്ട് 24 ലക്ഷത്തോളം കേരള ഗ്രോസ് നേടിയെടുത്ത സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് 7 കോടിക്കടുത്ത് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. 10 ദിവസങ്ങൾക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു തമിഴ് സിനിമയാണ് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ മാർഗൻ. വിജയ് ആന്റണി നായകനെ എത്തിയ സിനിമയുടെ കളക്ഷനും വന്നിരിക്കുന്നു. തമിഴ്നാട്ടിൽ 8,80,00,000 ഗ്രോസ് നേടിയെടുത്ത സിനിമ 14 കോടിക്കടുത്ത് വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്തിരിക്കുന്നു. സിനിമ തിയേറ്ററുകളിൽ വിജയിച്ച പുതിയ തമിഴ് സിനിമ എന്നാണ് തമിഴ് ട്രാക്കേഴ്സ് എല്ലാം തന്നെ പുറത്തുവിടുന്നത്. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ തമിഴ് സിനിമയാണല്ലോ പറന്തുപോ. ഈ ഫീൽ ഗുഡ് എന്റർടൈനർ റാം സംവിധാനം ചെയ്ത സിനിമ 3 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് പിന്നിട്ടിരിക്കുകയാണ്. ഇനി അവസാനമായിട്ട് കഴിഞ്ഞ ആഴ്ച റിലീസായ മലയാളം സിനിമ ധീരൻ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 3 ദിവസത്തെ വീക്കെൻഡ് കളക്ഷൻ കൊണ്ട് 1 കോടി കേരള ഗ്രോസ് നേടിയെടുത്ത സിനിമ ഇന്നലെ തിങ്കളാഴ്ചയും 20 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത ഡീസന്റ് ഹോൾഡോടെ മുന്നേറുകയാണ്. 1,20,00,000 4 ദിവസങ്ങൾ കൊണ്ടെത്തപ്പെട്ട സിനിമ 2 കോടി കളക്ഷനിലേക്ക് ഉടനെ എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. ഈ സിനിമയുടെ വലിപ്പം താരനിരയെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു തുടക്കം സിനിമ നേടിയെടുത്തിട്ടുണ്ട്. കാത്തിരിക്കൂ കൂടുതൽ ധീരൻ കളക്ഷനായിട്ട്.